ഹായ് ഇന്ന് രാവിലെ കാണിച്ച അതേ ബോൾസ് തന്നെയാണ് കേട്ടോ ഇത്. ഇന്ന് രാവിലെ വൈറ്റ് 2 ഫ്ലവേഴ്സ് അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തെ വെയിലും ഒക്കെ കൊണ്ട് ഒന്ന് വാടി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ അതേപോലെ അവിടെ ഉണ്ട് കേട്ടോ. 2 ദിവസം ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കുറവ് നമുക്ക് ഇവിടെ നികത്തണം. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ എന്താന്ന് പകുതി വിരിഞ്ഞിട്ട് പകുതി വിരിയാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷം. പിന്നെ ഈ പൂമ്പാറ്റ കണ്ടോ, വൈറ്റ് പൂമ്പാറ്റ, അങ്ങനെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് കേട്ടോ. പൂക്കളുണ്ടോ എന്നാൽ അവിടെ പൂമ്പാറ്റകളുണ്ടാവും. എനിക്ക് ഈ പൂക്കൾ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് നന്നായിട്ട് കുളിരേകുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ പൂക്കളെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് പൂമ്പാറ്റകൾ പൂവിൽ അള്ളി പിടിച്ചിരുന്നിട്ട് അതിൽ നിന്ന് തേൻ നോക്കിയിരുന്നത് കാണാൻ ഞാനത് നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ അതൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ ചെമ്പരത്തി മുട്ട് അടിപൊളിയായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്പരത്തി അടിപൊളിയാണ്, കാരണം നല്ല ഭംഗിയാണ്. അതിൻ്റെ കളറ് എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മെറൂണ് കളറ്, 2 ഷെയ്ഡായിട്ട് ഒരു ബ്ലാക്ക് മെറൂണൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിലിപ്പോൾ 3ഓ 4ഓ മൊട്ടുകളുണ്ട് കേട്ടോ. ഇതൊരു കൊമ്പിൽ ഒറ്റ മൊട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ താഴത്തിൽ 3 മൊട്ടുകളായിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ചെമ്പരത്തികൾക്കും പറ്റിയ കാലാവസ്ഥയാണെന്നാണ്. ഒത്തിരി മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ കളറാണ്, ഇത് പിങ്ക് കളറാണ്. വലിയ പൂവായിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഭംഗി കാരണം ഞാൻ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ടാപ്പിനോട് ചാരിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ബോൾസും ചെടികൾ, അത് പറയണ്ടല്ലോ, ബോൾസ് ഇല്ലാത്ത എന്ത് വീഡിയോ അല്ലേ. പിന്നെ ഇത് റോസ് പെൻറ്റാസാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ആ പെൻറ്റാസിൽ ഇതുവരെ വിരിയാത്തൊരു കളേഴ്സും കൂടി വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ലാസ്റ്റ് കാണിച്ചതരേ. പിന്നെ ഡെക്കോമ, ഇത് അതേപോലെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തോ ടെൻഷൻ ഇല്ലായികയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം ഇതിൻ്റെ അവസ്ഥയ്ക്ക് എന്താകുമോ എന്തോ. ക്യാഷ് പോയാൽ പോയി, അല്ലെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ട് വളർന്നാൽ എനിക്ക് ലക്കുമായി, അത്ര തന്നെ. പിന്നെ ബൊഗെമില്ലയിൽ ഇതിനൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പെൻറ്റാസ്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പോയിരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒത്തിരി പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റെസ്റ്റിലായി. ഇപ്പോൾ രണ്ടാമത് വിരിഞ്ഞതാണ്. പിന്നെ നല്ല വെയിലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അത് ശരിക്കും കണ്ട് ക്യാമറയിൽ പതിയാത്തത്. ഇത് പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്ന മെറൂണ് കളറ്. പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവർക്കും റീപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കാറ്റ്സ്ലോ അടിപൊളിയായിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക, എല്ലാവരും ആകർഷകമാക്കും രീതിയിൽ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയണമെന്ന് വെച്ചെങ്കിലേ ഇനിയും ഒരുപാട് പേർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ റീപ്ലൈ തരാം കേട്ടോ. കാരണം ഇനിയിപ്പോൾ നോമ്പും ഒക്കെ അതിനെക്കൊണ്ട് ഒരുപാട് വർക്കുണ്ട്. പിന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്പ് നാട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞേരേ. ആദ്യം എന്താണ് ഇതിൻ്റെ കമ്പ് എന്ന് വെച്ചാലേ, മോപ്പില്ലേ തുടക്കുന്ന മോപ്പ്, അതിൻ്റെ സ്റ്റിക്ക്, അത് ഞാൻ ചട്ടിയിൽ നാട്ടിയതാണ് കേട്ടോ. ചട്ടിയിൽ വെച്ചിട്ട് കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി മണ്ണും നികത്തി അത് വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വട്ട് റൗണ്ട് ഉണ്ടല്ലോ, അതെന്താ വെച്ചാൽ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലത്തെ ആ ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ, ആ പിടുത്തം മാത്രം ഞാൻ എടുത്തു, ബാക്കിയൊക്കെ ഒഴിവാക്കി. എന്നിട്ട് അത് റൗണ്ടിൽ വെച്ചിട്ട് പ്ലസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്റ്റിക്കുകൾ വെച്ചെടുത്ത് കെട്ടിയതാണ് കേട്ടോ. പണ്ടുണ്ടായിരുന്നല്ലോ ചെരുപ്പ് കൊണ്ട് ചക്രം ഉണ്ടാക്കിയാണ്ട് വണ്ടി ഉണ്ടാക്കിയാണ്ട് അതിന് സ്റ്റെയറിങ് വെക്കുന്നത്, അതുപോലെ തന്നെയാണ് ഞാനതിന് കമ്പും തറിയും ഒക്കെ ഉണ്ടാക്കിയാണ്ട് വെച്ച് നാട്ടിയത്. അതൊരുപാട് കാടായിട്ടുണ്ടാകുമ്പോൾ നമ്മളെ കമ്പും തറിയൊന്നും കാണുന്നില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് വല്ലാണ്ട് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അത് കാട് പോലൊന്നും ആവാത്തത്. പിന്നെ ഇതിൽ ലില്ലിയിൽ ഞാൻ ഇന്നലെ കാണിച്ചത് മൊട്ടും കൂടി വിരിഞ്ഞു കേട്ടോ. എന്താല്ലേ ഭംഗി. ഇതിൻ്റെ ഭംഗി കാരണം തന്നെയാണ് ഞാൻ വീണ്ടും ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഒരു മൊട്ടും കൂടി ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കാണിച്ചെന്ന മൊട്ടാണ് ഇതാണ്ട്. ഇത് ശരിക്കും വിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരേണ്ടത്. കാരണം എൻ്റെ വീഡിയോ എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ നിങ്ങളെ ഓരോ കമൻറ്റിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കമൻസൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ വായിച്ചെടുത്തു കേട്ടോ. കുറേ ചെടി വീഡിയോകൾ ഞാൻ കാണാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വീഡിയോസുകളാണെന്ന്. താങ്ക് യു. എനിക്ക് പിന്നെ എന്താ പറയേണ്ടത് എന്നുള്ള അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വാങ്ങിച്ച ജമന്തിയും പിന്നെ അതുപോലെ ഓർക്കിഡ് റോസും ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആദ്യം വിരിഞ്ഞ റോസുകളൊക്കെ എൻ്റെ ഓരോ പെറ്റൽസ് ഇങ്ങനെ ചാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു സങ്കടം തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് കൊഴിഞ്ഞു പോകണ്ടേ. പിന്നെ ഇതിലെന്താണെന്നുള്ളത് അറിയില്ല, കുറേ വൈറ്റ് മുട്ടുകളും പിന്നെ വയലറ്റ് മുട്ടുകളും ഉണ്ട് കേട്ടോ. ഇനി ഒരു കമ്പുമ്പോൾ തന്നെ 2 കളേഴ്സാണെന്നോ അതും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ആയ രക്ഷപ്പെട്ടിനി.
ഒരു വെടിക്ക് രണ്ട് പക്ഷികളെന്ന് പറഞ്ഞ പോലെ ഒരു തൈയിൽ രണ്ട് കളറൊക്കെ ഉണ്ടാകുമ്പോൾ ഓ അടിപൊളിയല്ലേ, പൊലിവ് തന്നെ അല്ലേ. പിന്നെ ഈ ഓർക്കിഡിൽ ഇനിയും മൊട്ടുകൾ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫിംഗറിൻ്റെ അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻറ്റിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഓക്കെ, ബായ്.